കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയ പ്രിയദർശിനി പദ്ധതി മികച്ച ജനാഭിപ്രായം നേടുമ്പോൾ ഇതേ പേരിൽ തുടങ്ങി കട്ടപ്പുറത്തായ ഒരു പദ്ധതിയുണ്ട് വയനാട്ടിൽ. ജില്ലാ പട്ടികജാതി പട്ടികവർഗ മോട്ടോർ സർവീസ് സഹകരണ സംഘത്തിന് കീഴിൽ സർവീസ് ആരംഭിച്ച പ്രിയദർശിനി ബസ്സുകൾ വർഷങ്ങളായി നിരത്തിലിറങ്ങാതെ കട്ടപ്പുറത്ത് കിടന്ന് നശിക്കുകയാണ്. ആയിരത്തി 1986 അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് പ്രിയദർശിനി ബസ്സുകൾ നിരത്തിലിറക്കിയത്. ജില്ലാ പട്ടികജാതി പട്ടികവർഗ മോട്ടോർ സർവീസ് സഹകരണ സംഘത്തിന് കീഴിലായിരുന്നു പ്രവർത്തനം. ജില്ലയിലെ വിവിധ റൂട്ടുകളിൽ പ്രിയദർശിനി ബസ്സുകൾ വിജയകരമായി ഓടി. ആകെ 9 ബസ്സുകളാണ് നിരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ആ ബസ്സുകളുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. തലപ്പുഴ പിലാക്കാവിനടുത്തുള്ള പ്രിയദർശിനി തേയില ഫാക്ടറിക്കടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ നാശത്തിന്റെ വക്കിലാണ്. ബസ്സുകൾ ഈ വിധം കട്ടപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആകെ 3 ബസ്സുകൾ മാത്രമാണ് ഇപ്പോഴും നിരത്തിലോടുന്നത്. 9ഓളം ബസ്സുകൾ സ്ഥിരമായി റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 2016 ശേഷം എല്ലാ വാഹനങ്ങളെല്ലാം കട്ടപ്പുറത്താകുന്ന ഒരു സാഹചര്യമുണ്ട്. 3 വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ ഓടുന്നുണ്ടെങ്കിൽ പോലും കേവലം 500 രൂപ ഒരു ദിവസത്തെ ലീസിനാണ് ഈ വാഹനങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളുടെ പേരിൽ ടെൻഡർ എടുത്തുകൊണ്ട് മറ്റ് ആളുകൾ ഓടുന്ന ഒരു സാഹചര്യം. പേര് പോലും മാറ്റിക്കൊണ്ട് നിർമാല്യം എന്നും മറ്റുള്ള പേരിലൊക്കെയാണ് ഈ 3 വാഹനങ്ങൾ സർവീസ് നടത്തുന്നത്. 2011 പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയുടെ ഇടപെടലിൽ 2 ദീർഘദൂര പ്രിയദർശിനി ബസ്സുകളുടെ സർവീസ് ആരംഭിച്ചെങ്കിലും 2 വർഷം കൊണ്ട് അതും കട്ടപ്പുറത്തായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60ഓളം ആളുകളാണ് ഈ ബസ്സുകളിൽ ജോലി ചെയ്തിരുന്നത്. ഒരു കാലത്ത് വയനാടൻ നിരത്തുകളിൽ സജീവമായി ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ നശിച്ച നിലയിൽ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നപരിഹാരം കണ്ടെത്തി ഈ ബസ്സുകളെ നിരത്തിലിറക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയർന്നത്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.